പാലസ്തീന്റെ സ്വാതന്ത്ര്യത്തിനുള്ള പോരാട്ടമാണ് തങ്ങൾ നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഹമാസ് തീവ്രവാദികൾ ഇക്കണ്ട കാലം മുഴുവനും ഇസ്രായേലിനെ മെക്കിട്ട് കയറിയത്. പാലസ്തീനിലെ ഗാസയിൽ തമ്പടിച്ച ഈജിപ്ഷ്യൻ തീവ്രവാദികളായ മുസ്ലിം ബ്രദർഹുഡിന്റെ കൊലയാളി വിഭാഗമായ ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണങ്ങളും അധിനിവേശങ്ങളുമെല്ലാം കാലാകാലങ്ങളിൽ തങ്ങൾക്ക് മാത്രം നേട്ടമാക്കി മാറ്റിയപ്പോഴും പാലസ്തീൻ അതോറിറ്റിക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാൻ മാത്രമാണ് കഴിഞ്ഞത്. പാലസ്തീനു വേണ്ടി എന്ന ലേബലിൽ അവർ നടത്തുന്ന ആക്രമണത്തെ ഇസ്രായേൽ പ്രതിരോധിക്കുകയും തിരിച്ചടിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പുനരുദ്ധരിക്കാൻ ലോകരാഷ്ട്രങ്ങൾ നൽകുന്ന പണവും ഇതര സഹായങ്ങളും പൂർണ്ണമായും കൈയാളിയ ഹമാസ് ഗാസയിൽ ഒരു സമാന്തര ഭരണകൂടത്തെ തന്നെ സൃഷ്ടിച്ചപ്പോൾ അങ്ങോട്ടൊന്ന് എത്തിനോക്കാൻ പോലും പാലസ്തീൻ അതോറിറ്റിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഒക്ടോബർ 7-ന് ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണം പതിവിന് വിപരീതമായി നീളുകയും ഹമാസിന്റെ അടിവേരറക്കുന്ന തലത്തിലേക്ക് എത്തുകയും നേതാക്കന്മാരും അണികളുമെല്ലാം കൊല്ലപ്പെടുകയും ചെയ്ത് ഹമാസിന്റെ നാശം പൂർണ്ണമാവുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ഹമാസിന്റെ ചെയ്തികളെ തള്ളിയും ഒക്ടോബർ 7-ലെ ആക്രമണത്തെ അപലപിച്ചും ഹമാസ് ഗാസ വിട്ടുപോകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തുകൊണ്ട് പാലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഹമാസ് ഇനി ഗാസ ഭരിക്കില്ലെന്നും അവരുടെ ആയുധങ്ങളും സൈനിക ശേഷിയും പാലസ്തീൻ സുരക്ഷാസേനയ്ക്ക് കൈമാറണമെന്നും നിർദ്ദേശിച്ചുകൊണ്ട് പാലസ്തീനിലെയും ഗാസയിലെയും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ മഹ്മൂദ് അബ്ബാസിന്റെ ഈ പ്രസ്താവന പുറത്തുവിട്ടത് ഫ്രഞ്ച് മാധ്യമങ്ങളായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം നടക്കുന്ന ദ്വിരാഷ്ട്ര പരിഹാര സമ്മേളനത്തിൽ സഹ അധ്യക്ഷത വഹിക്കുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് എമ്മാനുവൽ മാക്രോണിനും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും അയച്ച കത്തിലായിരുന്നു മഹ്മൂദ് അബ്ബാസ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മധ്യപൂർവ്വദേശത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ചുള്ള സമഗ്രമായ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ കത്തിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കൃത്യമായ ഒരു സമയപരിധിക്കുള്ളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണയിലും മേൽനോട്ടത്തിലും ഉറപ്പിലും ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കുകയും നിലവിലുള്ളതും അന്തിമവുമായ എല്ലാ സ്റ്റാറ്റസ് പ്രശ്നങ്ങളും പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു സമാധാന ഉടമ്പടിക്ക് തങ്ങൾ തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ. ഇതുകൂടാതെ ന്യൂയോർക്ക് ടൈംസിൽ വന്ന പ്രത്യേക റിപ്പോർട്ടിലാണ് ഒക്ടോബർ 7-ലെ ഓപ്പറേഷനെ അസ്വീകാര്യവും അപലപനീയവുമായ നടപടിയെന്ന് വിശേഷിപ്പിക്കുകയും ഹമാസ് തടവിൽ വെച്ചിരിക്കുന്ന എല്ലാ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കണമെന്നും പാലസ്തീൻ പ്രസിഡന്റ് ഹമാസിനോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പാലസ്തീൻ അതോറിറ്റിക്ക് ലോകരാഷ്ട്രങ്ങളുടെ ശക്തമായ പിന്തുണയുണ്ടെങ്കിലും യുദ്ധക്കെടുതികളിൽ വലയുന്ന സാധാരണക്കാർക്ക് ലഭിക്കുന്ന എല്ലാ പ്രിവിലേജുകളും അട്ടിമറിക്കുകയും പാലസ്തീൻ അതോറിറ്റിയുടെ എല്ലാ നീക്കങ്ങളെയും നിഷ്ക്രിയമാക്കിക്കൊണ്ട് ഗാസയിൽ ഹമാസ് മുമ്പോട്ടു പോയ കാലത്തൊന്നും ഇത്തരമൊരു പ്രസ്താവന നടത്താൻ മഹ്മൂദ് അബ്ബാസും കൂട്ടരും തയ്യാറായിരുന്നില്ല. ഒക്ടോബർ 7-ലെ ആക്രമണത്തിന് തൊട്ടുപിന്നാലെ ഹമാസ് ഭീകരരെയും വിമോചന പോരാളികളും സ്വാതന്ത്ര്യ സമര സേനാനികളുമൊക്കെയായി ഡെക്കറേറ്റ് ചെയ്ത കേരളത്തിലെയും മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെയും ഹമാസ മാനസന്മാരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഹമാസിന്റെ നയങ്ങളും നടപടികളും പാലസ്തീനെ പ്രതിനിധീകരിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് വെനസ്വേല പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയോടുള്ള സംസാരമെത്തിയ ഇതേ മഹ്മൂദ് അബ്ബാസ് രംഗത്ത് വന്നിരുന്നു. പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അല്ലാതെ ആരും പാലസ്തീനെ പ്രതിനിധീകരിക്കുന്നില്ല എന്നും അർത്ഥശങ്കകൾക്ക് ഇടയില്ലാതെ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ തീവ്രവാദി കൂട്ടങ്ങളുടെ വകയായുള്ള സമ്മർദ്ദമേറ്റപ്പോൾ ഹമാസ് എന്ന് പേര് മാറ്റിക്കൊണ്ട് ആ പ്രസ്താവനയിൽ ചെറിയൊരു തിരുത്തുവരുത്തുവാൻ അബ്ബാസ് മഹ്മൂദ് നിർബന്ധിതനായി. എങ്കിലും അന്ന് അദ്ദേഹം പറഞ്ഞത് കറപുരളാത്ത സത്യമായിരുന്നു. ഈജിപ്തിൽ ഉരുത്തിരിഞ്ഞ തീവ്രവാദ സംഘടനയായ മുസ്ലിം ബ്രദർഹുഡിന്റെ കൊലയാളി ഗ്രൂപ്പായ ഹമാസ് ഗാസയെ തട്ടകമാക്കി ഇസ്രായേലിന് നേർക്ക് മെക്കിട്ട് കയറിയതുകൊണ്ട് പാലസ്തീന്റെ കഞ്ഞികുടി മുട്ടുകയും തൊഴിലും സൗകര്യങ്ങളുമെല്ലാം നഷ്ടപ്പെട്ട് കടുത്ത അരക്ഷിതാവസ്ഥയിലേക്ക് കൂപ്പുകുത്തി വീഴുകയും മാത്രമാണ് ഉണ്ടായത്. യുദ്ധക്കളത്തിലെ ഇല്ലാത്ത ബോംബുകൾ പൊട്ടിച്ചും മരണസംഖ്യ പെരുപ്പിച്ചു കാണിച്ചും ഇസ്ലാമിക ഇരവാദത്തിന് ശക്തി കൂട്ടിക്കൊണ്ടിരുന്ന അൽ ജസീറ ടെലിവിഷന്റെ നുണവ്യാപാരങ്ങളെ നിരോധിക്കുവാനും പാലസ്തീൻ അതോറിറ്റി മടിച്ചില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഏതായാലും ഇസ്രായേൽ ഇക്കാലമത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മറ്റൊരു വീക്ഷണകോണിലൂടെയാണെങ്കിലും മഹ്മൂദ് അബ്ബാസും ഇപ്പോൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഇനിയും ഭൂപരപ്പിൽ ശേഷിക്കുന്ന ഹമാസന്മാരിൽ എത്ര പേർ അത് അനുസരിക്കുമെന്ന് വ്യക്തമല്ല എങ്കിലും അന്തർദേശീയ സമൂഹത്തിന്റെ ശക്തമായ പിന്തുണയോടെ അദ്ദേഹം കാര്യങ്ങൾ നീക്കുകയും ഒരു സംഘടിത ശക്തി എന്ന നിലയിൽ ഹമാസിന്റെ കാലം ഇസ്രായേൽ അവസാനിപ്പിക്കുകയും ചെയ്തതിനാൽ ഇനി കാര്യങ്ങൾ എളുപ്പമായേക്കും. ഇക്കാര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ തീരുമാനം കൂടെ നിർണായകമാണ്.
എന്നാൽ പാലസ്തീനിയൻ ഭരണകൂടത്തെ ഗാസ ഭരിക്കാൻ തിരികെ അനുവദിക്കുന്നതിനുള്ള ഓപ്ഷൻ അംഗീകരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സമ്മതം നൽകിയിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.